കോഴിക്കോട് മാമി എന്ന് പേരുള്ള ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. കോഴിക്കോട്ടെ സ്ഥലങ്ങൾ വിൽക്കുന്നതിലെ ഒരു വലിയ ബ്രോക്കറാണ് മാമി എന്ന് പറയുന്ന വ്യക്തി. മാമിയെ കാണാതായിട്ട് ഏതാണ്ട് ഒരു വർഷമാകുന്നു. കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ CPM-ന്റെ MLA ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ്. എന്നിട്ട് നിലമ്പൂരിലെ CPM-ന്റെ MLA വിളിച്ചു പറയുന്നത്, മാമി എന്ന് പറഞ്ഞ കോഴിക്കോട്ട് അങ്ങാടിയിൽ സ്ഥലക്കച്ചവടം നടത്തിയിരുന്ന, വലിയ ബിസിനസ്സുകൾ നടത്തിയിരുന്ന ഒരു മനുഷ്യനെ കൊന്നതിന്റെ പിന്നിൽ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് എന്ന് വിളിച്ചു പറയുകയാണ്. പറയുന്നത് ലീഗിന്റെ MLA അല്ല, പറയുന്നത് കോൺഗ്രസിന്റെ MLA അല്ല, എന്തിനു CPM-ന്റെ ഘടകകക്ഷിയായ CPI-യുടെ MLA പോലുമല്ല. പറയുന്നത് CPM-ന്റെ പാനലിൽ ജയിച്ചു വന്ന MLA പറയുന്നു, കേരളത്തിന് ത്ത് കോഴിക്കോട്ട് അരയിടത്തുപാലത്ത് നിന്നൊരു വ്യാപാരിയെ CCTV ക്യാമറകൾ കണ്ണു തുറന്നു നിൽക്കുന്ന ഒരു നഗരത്തിന്റെ മധ്യത്തിൽ നിന്ന് ഒരാളെ കാണാതായിട്ട് കേരളത്തിന്റെ പോലീസിന് അയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന്. അരീക്കോട്ട് റിദാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാൻ കഴിയുന്നില്ല. മലപ്പുറം ജില്ലയിലെ അരീക്കോട്ട് ജീവിക്കുന്ന റിദാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഈ ചെറുപ്പക്കാരൻ പ്രതിയല്ലാത്ത ഒരു കേസിൽ, കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കുകയാണ്. ജയിലിലടച്ചപ്പോ ഇയാൾ തിരിച്ചു വന്നപ്പോ ഇയാളുടെ മൊബൈലിൽ എന്തോ വലിയ രീതിയിലുള്ള ഒരു വിവരമുണ്ട്, ഒരു രഹസ്യമുണ്ട്. അത് പോലീസിനെ, അത് കേരളത്തിലെ കുപ്രസിദ്ധരായ പോലീസിനെ ബാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം അവർക്ക് വരികയാണ്. പോലീസിനെ രക്ഷിക്കാൻ വേണ്ടി റിദാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊല്ലുകയും അയാളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നത് കേരളത്തിലെ പോലീസാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആരാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? പോലീസിനെ നയിക്കേണ്ടവർ, പോലീസിനെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടവർ, പോലീസിന്റെ സകല കെടുകാര്യസ്ഥതയും നോക്കി നിന്ന് അനുവാദം കൊടുക്കുന്ന തരത്തിലേക്ക് പോകുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത്, മലയാള നാട്ടിലെ മനുഷ്യരെ ഒന്നടങ്കം അനഭിമതരാക്കുന്ന, മലയാള നാട്ടിലെ ജനങ്ങളെ മുഴുവൻ അപമാനിതരാക്കുന്ന ഇത്തരത്തിലുള്ള പോലീസ് സംവിധാനത്തെ മൂക്കത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന CPM-കാരന്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, കേരളത്തിന്റെ CPM-ന്റെ പാർട്ടി സെക്രട്ടറിക്ക് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ആണുങ്ങൾക്ക് പറഞ്ഞ പണി എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു CPI ഉണ്ടല്ലോ, വലിയ രാഷ്ട്രീയമാണല്ലോ, വലിയ ആദർശമാണല്ലോ ഇവർ പ്രഖ്യാപിക്കുന്നത്. ചെല്ലുന്ന വകുപ്പുകളിലെല്ലാം CPIക്ക് അഴിമതിയാണ്. റവന്യൂ വകുപ്പിൽ അഴിമതിയാണ്, ഭക്ഷ്യവകുപ്പിൽ അഴിമതിയാണ്, റേഷനരിയിൽ അഴിമതിയാണ്, കേരളത്തിനകത്ത് റേഷൻ കടകളിൽ അഴിമതിയാണ്, സപ്ലൈകോയിൽ അഴിമതിയാണ്. സകല നിഖില മേഖലകളിലും അഴിമതി കൊണ്ട് മൂടിയ CPIക്ക് പത്രത്തിൽ ഒരു ലേഖനം കൊടുക്കുകയല്ലാതെ എന്താണ് കേരളത്തിന്റെ പോലീസ് ചെയ്യുന്നത് എന്ന് വൃത്തിക്ക് പറയാൻ പോലും കഴിയുന്നില്ല. ഇനി ഞങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് അങ്ങ് വെച്ചോ. ഞങ്ങൾ ചോദിക്കട്ടെ, എന്താ PV അൻവറിനെതിരെ പോലീസ് ഒരു കേസെടുക്കാത്തത്? എന്താ PV അൻവറിനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്താ കേരളത്തിലെ CPI-കാരുണ്ടല്ലോ, CPM-കാരുണ്ടല്ലോ, പാർട്ടി സഖാക്കളുണ്ടല്ലോ, കേരളത്തിലെ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ വെട്ടുകിളികളെ പോലെ പറന്നു വന്ന് ആളുകളെ മോശപ്പെടുത്തുന്ന, നികൃഷ്ട ജീവികളെന്ന് വിളിക്കുന്ന ആളുകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നവരാണല്ലോ ഇവർ. എന്താ CPM-ന്റെയും CPI-യുടെയും പാർട്ടിക്കാരുടെ വേട്ടപ്പട്ടികളായി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന സൈബർ പോരാളികൾ മിണ്ടാതിരിക്കുന്നത്? സംഗതി അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. സംഭവം മുഖ്യമന്ത്രി വലിയ എന്തോ പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി RSS-ഉമായിട്ട് എന്തോ ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. ആ ചർച്ചകൾ നടത്താൻ പറഞ്ഞയച്ചതാണ് ADGP അനിൽകുമാറിനെ എന്ന്, ADGP അജിത് കുമാറിനെ എന്ന് വിളിച്ചു പറയാണ്. നമ്മൾ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ, കേരളത്തിനകത്ത് നടക്കുന്ന ചർച്ചകളാണ്. അതുകൊണ്ട് തന്നെ CPM-കാരും അൻവറിനെതിരെ ഒരു അക്ഷരം ഉണ്ടെന്നില്ല. അൻവറിനോട് പറയുന്നത്, മെസ്സിയുടെയും അർജന്റീനയുടെയും കളി കാണുമ്പോ മലയാളി പറയുന്ന പോലെ കയറടാ, കൊടുക്കടാ, അടിക്കടാ ഗോള് എന്ന് പറയുന്ന പോലെ അൻവറിന് കട്ട സപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളം എന്ന് പറയുന്നത് അൻവർ ഭരിക്കുന്ന കേരളമാണോ അതോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണോ? CPM എന്ന് പറയുന്ന പാർട്ടി അത് ഈ പറയുന്ന അൻവർ പറയുന്ന പാർട്ടിയാണോ അതോ മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണോ? എന്താ കേരളത്തിൽ സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്കറിയുമോ എങ്ങനെയാണ് CPM-കാർ മരണപ്പെട്ടത് എന്ന്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ CPM-കാരുടെ കഴുത്തിലേക്ക് വെടിവെച്ചത്, കഴുത്തിലേക്ക് കടാര കുത്തിയിറക്കിയത് RSS-കാരാണ്. RSS-കാരുടെ ചോര കൊണ്ട് ചുവന്നിട്ടാണ് ചെങ്കൊടി ഉണ്ടായത് എന്ന് CPM-ന് ഹൃദയത്തിൽ ചേറ്റുന്ന സഖാക്കൾ
പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ നിങ്ങൾക്കറിയുമോ, ഈ CPM-കാരുടെ ചോര കൊണ്ട് വോട്ട് നേടി രക്തസാക്ഷികളെ നെഞ്ചേറ്റി കടന്നു വന്ന് കേരളത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്റെ മകളെ കേസിൽ നിന്ന് രക്ഷിക്കാൻ, തന്നെ കേസിൽ നിന്ന് രക്ഷിക്കാൻ ADGP അജിത് കുമാറിനോട്, RSS-നോട്, സംഘപരിവാറിനോട് കാല് നക്കി കൊടുക്കാൻ വിളിച്ചു പറയുന്നത് കേൾക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് മലയാളത്തിലെ സഖാക്കൾ കടന്നു പോകുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു സത്യമാണ് പ്രിയപ്പെട്ടവരെ. എന്താ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ തരത്തിൽ ക്രമസമാധാനം തകർന്നൊരു ജില്ലയായി കേരളം മാറുകയാണ്. ആർക്കും ഒരു മിണ്ടാട്ടമില്ല, ആരും കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം സംസാരിക്കാൻ കഴിയാത്തൊരു തരത്തിലേക്ക് മാറുക. എന്നിട്ട് മണ്ണൂരിലെ കുറച്ച് ആൾക്കാർ ലീഗിന്റെ മെക്കെട്ട് കയറുക, ലീഗിന്റെ മെമ്പറുടെ മെക്കെട്ട് കയറുക. എന്തിന്റെ ചൊരിക്കാടോ നിങ്ങൾക്കൊക്കെ? എന്തിന്റെ ചൊരിക്ക? സ്വന്തം പാർട്ടിയെ നന്നാക്കിയിട്ട്, സ്വന്തം മുന്നണിയെ നന്നാക്കിയിട്ട്, സ്വന്തം ഭരണത്തെ നന്നാക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ, എന്നിട്ട് ഞങ്ങളോട് സംസാരിക്കുക. രാഷ്ട്രീയം പറയുമ്പോ രാഷ്ട്രീയം പറയാം. നിങ്ങൾക്ക് എന്താ ലീഗിന്റെ ചരിത്രത്തെ കുറിച്ച് അറിയാം? ലീഗ് എന്താണ് ഈ കേരളത്തിൽ ചെയ്തത് എന്ന് നിങ്ങൾക്കറിയുമോ? ഇന്ത്യ രാജ്യത്ത് ലീഗിന്റെ പ്രസക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ഒരു ലീഗുകാരനും ഏതെങ്കിലും ഒരു മനുഷ്യനെ വെട്ടാനോ കൊല്ലാനോ കുത്താനോ പഠിപ്പിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ കാണ്, P. ജയരാജനെതിരെ അരിയിൽ ഷുക്കൂർ വധക്കേസിന്റെ വിധി വരികയാണ്. എന്താ CBI പറയുന്നത്? ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുന്നതിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അരിയിൽ ഷുക്കൂറിൻ്റെത് എന്ന്. ഷുക്കൂറിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ കണ്ണ് നനഞ്ഞു പോകും, ഞങ്ങളുടെ ചങ്ക് പടഞ്ഞു പോകും. എന്നെ പോലെ MSF-ൽ പ്രവർത്തിച്ച, MSF-ന്റെ കൊടി പിടിച്ച ഒരു നാട്ടിലെ വീട്ടിലെ കുട്ടികൾക്ക് പുസ്തകം കൊണ്ടുപോയി കൊടുത്ത ഒരു ചെറുപ്പക്കാരൻ, വീട്ടിലെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പുകൾ കൊണ്ടുപോയി കൊടുത്ത ഒരു കുട്ടി, SSLC-ക്ക് മാർക്ക് നേടിയ കുട്ടികൾക്ക് കുഞ്ഞു ട്രോഫികൾ കൊണ്ടുപോയി കൊടുത്ത ഒരു കുട്ടി, ആ ചെറുപ്പക്കാരനെ CPM പാർട്ടി വിചാരണ നടത്തി കൊലപാതകം ചെയ്യുകയാണ്. എങ്ങനെയാ ചെയ്യുന്നത് നിങ്ങൾ നോക്ക്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ രാഷ്ട്രീയ കൊലപാതകം. 18 വയസ്സ് 19-കാരനായ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ പുറകിൽ കത്തിയും കഠാരയുമായി ഒരു കൂട്ടം ആളുകൾ കയറി വരികയാണ്. ഈ ചെറുപ്പക്കാരൻ ഭയം കൊണ്ട് ഓടുകയാണ്. ഒരു നാട്ടിലൂടെ പിന്നിൽ കത്തിയും കഠാരയുമായി മനുഷ്യർ വരുമ്പോ ഓടുന്ന ഒരു ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ ഷുക്കൂർ ഇങ്ങനെ ഓടി ഓടി ഗ്രാമത്തിലൊരു വീട്ടിൽ വിളിച്ചപ്പോ ആ വീടുകാരനെ വിളിച്ചിട്ട് CPM-കാർ പറയുകയാണ്, മര്യാദയുണ്ടെങ്കിൽ അവനെ ഇറക്കി വിട്ടേക്ക്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വീടിന് തീയിടുമെന്ന് പറയുകയാണ്. ഭയം കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഈ ചെറുപ്പക്കാരനെ പുറത്തേക്ക് ഇറക്കി വിടുക. കൊലപാതകികൾ ചെയ്തത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരെ തലിബാൻ ഭീകരവാദികൾ പുറത്ത് നിർത്തുന്നത് പോലെ തലയിങ്ങനെ പുറകിലേക്ക് വലിച്ചിട്ട് നിർത്തി. എന്നിട്ട് ഷുക്കൂറിന്റെയും കൂടെ ഉണ്ടായിരുന്ന സക്കരിയയുടെയും കൂട്ടുകാരുടെയും ഫോട്ടോ എടുത്തിട്ട് CPM-ന്റെ പാർട്ടി കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ഈ ഫോട്ടോ വെരിഫൈ ചെയ്യുകയാണ്. ഏതാണ് അവസാനം പറയുന്നു ഷുക്കൂറാണ്, ഷുക്കൂറിനെ കൊന്നാ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മനുഷ്യരെ. ഒരാൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നതിന്റെ വേദനയെ കുറിച്ച് ആലോചിച്ച് നോക്ക്. അവസാനം ഷുക്കൂർ ഓടി ഒരു പാടത്തെത്തിയപ്പോ ആ പാടത്തിന് ചുറ്റും CPM-ന്റെ പാർട്ടി ഗുണ്ടകൾ അണിനിരന്നിട്ട് പൊട്ടിച്ചിരിച്ചിട്ട് ഒരു മനുഷ്യനെ പച്ചക്ക് കടാര വെച്ച് പട്ടാപകലിൽ കുത്തിക്കൊന്ന ക്രൂരതയാണ് CPM എന്ന് വിളിച്ചു പറയേണ്ടി വരികയാണ് പ്രിയപ്പെട്ടവരെ. ജയരാജന്റെ ഒത്താശക്കനുസരിച്ച് മനുഷ്യരെ കൊല്ലുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. ഇതിനൊക്കെ തെളിവുണ്ട്, ഞങ്ങൾ പറയുന്നതല്ല. CBI വളരെ കൃത്യമായി പറയുന്നു. മൊബൈൽ ടെക്നോളജിയുടെ, ഡിജിറ്റൽ തെളിവുകളുടെ, ടവർ ലൊക്കേഷനുകളുടെ എവിഡൻസുകൾ എടുത്തിട്ടാണ് CBI ഈ കൊലപാതകത്തെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെ കൊലപാതകം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, പോലീസിനെ കൊണ്ട് കൊലപാതകം ചെയ്യിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, മനുഷ്യരെ വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഈ പാർട്ടി ഇത് മാത്രമാണോ ചെയ്യുന്നത്? നിങ്ങൾ നോക്ക്, വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? വയനാട്ടിൽ ഒരു ദുരിതം നടന്നു. എനിക്കറിയാം, ഈ മണ്ണൂരിലെ ഈ തോട്ടത്തിൽ ബേക്കറിയിൽ നിന്നും, ഈ AMG ഡെന്റൽ കെയറിൽ നിന്നും, ഇവിടെ നിൽക്കുന്ന മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നൊക്കെ മനുഷ്യര് തങ്ങൾക്ക് കിട്ടിയ പാതിയിൽ നിന്ന് ഒരു പാതി വയനാട്ടിലേക്ക് പറഞ്ഞയച്ചു. അത് ഭക്ഷണമായിട്ട് കൊടുത്തു, അത് പണമായിട്ട് കൊടുത്തു, അത് പുതപ്പായിട്ട് കൊടുത്തു, അത് തൊട്ടിലായിട്ട് കൊടുത്തു. വയനാട്ടിൽ നിന്ന് ഒരിക്കൽ ചോദിച്ചു, മക്കൾക്ക് തൊട്ടിൽ വേണമെന്ന് പറഞ്ഞപ്പോ തൊട്ടിലുകളുടെ കൊട്ടക്കണക്കിന് തൊട്ടിലുകൾ കൊടുത്തയച്ച മലയാളിയുടെ മാതൃത്വത്തിന്റെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. എല്ലാ മലയാളിയും ഒരുമിച്ച് പറഞ്ഞു, പറയാതിരിക്കാൻ കഴിയില്ല. വയനാട് വല്ലാത്തൊരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ഓരോരുത്തരുടെയും സംബന്ധിച്ച്. വൈകുന്നേരത്ത് വീട്ടിൽ മകളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുത്ത് അച്ഛൻ പറയാ, നാളെ വരുമ്പോ നിനക്ക് മിഠായി കൊണ്ടുവന്ന് തരാമെന്ന്. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിൽ പുറകിൽ നിന്നും മടയുടെ ഓരിയിടൽ കേൾക്കുമ്പോഴും മനസ്സ് പതറാതെ ഒരു അച്ഛൻ മകളെ ചേർത്ത് പിടിച്ച് പറയാ, മോളെ നാളെ വരുമ്പോ നിനക്ക് ഞാൻ കളിപ്പാട്ടം കൊണ്ടുവന്ന് തരാം, മിഠായി കൊണ്ടുവന്നു തരാമെന്ന് പറഞ്ഞ് വീട്ടിൽ രാത്രി ഉറങ്ങുകയാണ്. പേമാരി ഇങ്ങനെ പെയ്ത് മണ്ണും കാറ്റും എല്ലാം കൂടെ പെയ്ത് കാട്ടി
കാട്ടിലെ മരങ്ങളും കാട്ടിലെ മണ്ണും ഒലിച്ച് ഒരു ഗ്രാമത്തിലേക്ക് ഇറങ്ങുക. രാത്രിയിൽ മനുഷ്യരുറങ്ങുമ്പോ വയനാട്ടിലെ വീട്ടിൽ, രാത്രിയിൽ മനുഷ്യരുറങ്ങുമ്പോൾ വയനാട്ടിലെ വീട്ടിൽ, രാവിലെ മനുഷ്യർ എണീക്കുമ്പോൾ അവർക്ക് കണ്ണു തുറക്കാൻ കഴിയുന്നില്ല. കബന്ധങ്ങളായി 100 കിലോമീറ്റർ ഇപ്പുറത്ത് നിലമ്പൂരിലെ ചാലിയാർ നദിയിൽ അച്ഛന്റെ കാല് പിടിച്ച കുട്ടി, അമ്മയുടെ കണ്ണു മാത്രം, കുട്ടിയുടെ കൈകൾ മാത്രം, ഇങ്ങനെ വിച്ഛേദിക്കപ്പെട്ട മനുഷ്യരായി ഒരു ജനത നഷ്ടപ്പെട്ടു പോയപ്പോ ആ വയനാടിനെ സഹായിക്കാൻ മലയാളി വന്നു. മലപ്പുറത്തു നിന്നും, മണ്ണൂരിൽ നിന്നും, പാലക്കാട്ട് നിന്നും, തൃശ്ശൂരിൽ നിന്നും, കൊച്ചിയിൽ നിന്നും, കൊല്ലത്ത് നിന്നും, തിരുവനന്തപുരത്ത് നിന്നും, ദുബായിൽ നിന്നും മലയാളി വന്നു, കർണാടകയിൽ നിന്ന് വന്നു. എല്ലാവരും കൂടെ വയനാട്ടിലേക്ക് പോയി. വയനാട്ടിലെ മനുഷ്യരോട് പറഞ്ഞു, 11 മക്കൾ നഷ്ടപ്പെട്ട ഒരാൾ, വീട്ടിലെ എല്ലാവരും നഷ്ടപ്പെട്ട കുട്ടികൾ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മക്കൾ, അവരെ ചേർത്ത് പിടിച്ചിട്ട് കേരളത്തിലെ ജനത പറഞ്ഞു, വിഷമിക്കല്ല, കരയല്ല പൊന്നുമോനെ, നീ വിഷമിക്കരുത്, നിനക്ക് ഹൃദയം തരാൻ, നിനക്ക് ജീവൻ തരാൻ, നിനക്ക് പുനരധിവാസം തരാൻ മലയാളി ഉണ്ടടാ. മലയാളി ഒറ്റക്കെട്ടായി നിങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച മനുഷ്യത്വത്തിന്റെ മാതൃകയായ മലയാളി ജനതയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ആ ജനത ഇങ്ങനെ ചേർന്ന് നിന്നു. തെരഞ്ഞു നോക്കുമ്പോ അച്ഛനെ കാണാത്ത കുട്ടികൾ ഇങ്ങനെ കമ്പുമെടുത്ത് തെരഞ്ഞു നോക്കുക, എന്റെ അച്ഛൻ എവിടെയാണ്, എന്റെ അമ്മ എവിടെയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ എവിടെയാണ് എന്ന് മനുഷ്യരിങ്ങനെ തെരുവിൽ നടന്നിട്ട് ശവങ്ങൾക്ക് വേണ്ടി, മൃതദേഹങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് തെരയുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകൾ പോയി. മുസ്ലിം ലീഗിന്റെ വൈറ്റ് കാർഡ് പോയി, ഞങ്ങൾ DYFI അഭിനന്ദിക്കുക, DYFI പോയി, ഇവിടെയുള്ള സകല രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കന്മാർ, ചെറുപ്പക്കാർ എല്ലാവരും പോയി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവിടെയുള്ള മനുഷ്യർ മരണപ്പെട്ട ശവങ്ങൾ, മനുഷ്യരുടെ മൃതദേഹങ്ങൾ തിരയുക. മണ്ണ് മാന്തി നോക്കുമ്പോ ഒരുത്തന്റെ ഉടല് മാത്രം കിട്ടും, കാല് മാത്രം കിട്ടും, മുട്ടു മാത്രം കിട്ടും, തലച്ചോറ് മാത്രം കിട്ടും. ശരീരങ്ങൾ ഇങ്ങനെ ചിന്നിച്ചതറി കിടക്കുക. ആ ശരീരങ്ങളെല്ലാം കൂട്ടിവെച്ചിട്ട് അവരുടെ മൃതദേഹങ്ങൾ മതാചാര പ്രകാരം സംസ്കരിച്ചിട്ട് അതിനു മുകളിൽ പൂക്കൾ വതറിയിട്ടിട്ട് വൈറ്റ് ഗാർഡിന്റെ ചെറുപ്പക്കാർ അവിടെ ഒറ്റപ്പെട്ട മനുഷ്യരെ എല്ലാം ചേർത്ത് പിടിച്ചിട്ട് യൂത്ത് ലീഗ് പറഞ്ഞു, മുസ്ലിം ലീഗ് പറഞ്ഞു, ദുരിതാശ്വാസത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് സഹായം നൽകാം. ലീഗ് വയനാടിനായി എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ആപ്പ് തുറന്നു. എന്നിട്ടോ ആ ആപ്പിൽ പിരിവ് നടത്തി. ഏതാണ്ട് 30 കോടിക്കപ്പുറത്ത് പിരിവ് നടന്നു. പിരിവ് നടന്നു 1 മാസം തികയുന്നതിന് മുമ്പ് മുസ്ലിം ലീഗ് അവിടെ ദുരിതാശ്വാസം പ്രഖ്യാപിച്ചു. എങ്ങനെയാ പ്രഖ്യാപിച്ചത്? 600ഓളം ആളുകൾക്ക് 15,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. മാത്രമല്ല, ആളുകൾക്ക് ഓട്ടോറിക്ഷകൾ നഷ്ടപ്പെട്ടവർക്ക് ഓട്ടോറിക്ഷകൾ വാങ്ങിക്കൊടുത്തു, ജീപ്പ് നഷ്ടപ്പെട്ടവർക്ക് ജീപ്പ് വാങ്ങിക്കൊടുത്തു, വിദ്യാലയം പുനരധിവസിപ്പിച്ചു കൊടുത്തു, വിദ്യാലയത്തിലെ ഫർണിച്ചറുകൾ മാറ്റിക്കൊടുത്തു. എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മുസ്ലിം ലീഗ് മാറുമ്പോ, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മാറുമ്പോ, അധികാരത്തിലിരിക്കുന്ന സർക്കാർ CMDRF, ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപ വന്നു. എന്താ ഒരാൾക്കും അത് കൊടുക്കാത്തത്? എന്താ അത് കൃത്യമായി ചെലവഴിക്കാത്തത്? എന്നിട്ട് അവരൊരു കണക്ക് പ്രഖ്യാപിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സങ്കടം തോന്നിയ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം. ഞാനധികം വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങളൊന്നും നടത്താറില്ല, പക്ഷെ ചില സമയത്ത് പ്രതികരിക്കേണ്ട സമയത്ത് നട്ടലിന് പകരം വാഴപ്പിണ്ടിയല്ലാത്തത് കൊണ്ട് പ്രതികരിച്ചു പോകുന്നതാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ അറിയണം എന്താണ് സംഭവിച്ചത് എന്ന്. എന്താ സംഭവിച്ചത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ആർക്കും പണമില്ല. എന്നിട്ടോ കണക്ക് കേന്ദ്രത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്കുണ്ടാക്കിയിരിക്കുക. എന്താ കണക്കെന്നറിയോ? ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരാ ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ച്? ആ മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ മൃതദേഹത്തിന്റെ കാല് പിടിച്ചത് ഇവിടുത്തെ പാവപ്പെട്ട DYFIയുടെ സഖാവായിരിക്കാം, തല പിടിച്ചത് മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് ആയിരിക്കാം. എന്നിട്ട് കുഴിയിലേക്ക് ഒരു മനുഷ്യനെ ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ പണത്തിന് വേണ്ടി വന്നതല്ല കേട്ടോ, കൂട്ടത്തിൽപ്പെട്ട മനുഷ്യരിങ്ങനെ പടഞ്ഞു വീണപ്പോ അവരെ ചേർത്തു വെക്കാൻ വേണ്ടി, അവരെ കുഴിയിലേക്ക് എടുക്കാൻ ആരുമില്ലാതാവരുത് എന്ന് കരുതി വന്നതാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് മലയാളി അവിടെ ചെന്നത്. എന്നിട്ട് ആ ശവക്കൂനക്ക്, എന്നിട്ട് ആ മൃതദേഹത്തിന്, എന്നിട്ട് മനുഷ്യന്റെ ശവത്തിന് വില പറയുന്ന സംസ്കാരത്തിലേക്ക് കേരളത്തിന്റെ ഗവൺമെന്റ് മാറുന്നു എന്നുള്ളത് എത്രമേൽ ആപൽക്കരമായ, എത്രമേൽ നീചമായ പ്രവണതയാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. പടഞ്ഞ് മലയാളി നിൽക്കുമ്പോൾ, മനുഷ്യൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യണമെന്ന് മലയാളി വിളിച്ചു പറയുമ്പോൾ എന്താ വയനാട്ടിൽ സംഭവിക്കുന്നത്? സഹായങ്ങൾ നൽകുന്നില്ല, കൊടുക്കുന്ന ഭക്ഷണം പൂപ്പൊലി പിടിച്ച ഭക്ഷണം. ഈ തരത്തിലേക്ക് കേരളത്തിന്റെ സാമൂഹിക നീതിയെ, കേരളത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു സർക്കാരായി കേരളം മാറിക്കൂടെ പ്രിയപ്പെട്ടവരെ? അതിനെതിരെ നമ്മൾ ചെറുത്തു നിൽക്കേണ്ടതുണ്ട്, അതിനെതിരെ നമ്മൾ പൊരുതേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ കഴിയുക? ഈ പുതിയ കാലത്തിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ, വാട്സപ്പിന്റെ, സോഷ്യൽ മീഡിയയുടെ ചാരിറ്റി പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഇട്ടുകൊടുക്കുന്ന പണത്തിനപ്പുറത്ത് കൊടുത്ത പണം എന്തായി എന്ന് ചോദിക്കാനുള്ള രാഷ്ട്രീയമായ ഉത്തരവാദിത്തം പൗരബോധമുള്ള ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം.
രാഷ്ട്രീയമായി അഴിമതി നടത്തുന്നവരെ പുറത്തേക്ക് കൊണ്ടുവരണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, തൃശൂർ പൂരം കലക്കാൻ. തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ എന്താ? മലയാളിയുടെ അഭിമാനാണ് ആ പൂരം. പൂരത്തിന്റെ പുലിക്കളിയും പൂരത്തിന്റെ പഞ്ചാരിമേളവും പാറമേക്കാവിന്റെ അതിമനോഹരമായിട്ടുള്ള ആ നടപ്പും ഇരിപ്പും എഴുന്നള്ളിപ്പും ഒക്കെ ഉണ്ടല്ലോ, അത് മലയാളി അഭിമാനമായി കാണുന്നതാ. തേക്കിൻകാട്ട മൈതാനത്തേക്ക് മലയാളി ഒഴുകി വരുമ്പോ ആഘോഷിക്കാൻ വേണ്ടി വരുന്നതാ. പാറമേക്കാവിലേക്ക് കടന്നു പോകുമ്പോ മലയാളി ആഘോഷിക്കാൻ വേണ്ടി പോകുന്നതാ. നെറ്റിയിലെ ചന്ദനക്കുറിയിൽ ഭക്തിയും സന്തോഷവുമല്ലാതെ അഴിമതിയുടെ കളങ്കത്തിന്റെ ഒന്നുമില്ലാതെയാണ് മലയാളി മതങ്ങൾക്കപ്പുറത്ത് തേക്കിൻകാട്ട മൈതാനത്ത് ഒരുമിച്ച് കൂടാറുള്ളത്. എന്നിട്ട് ആ തൃശൂർ പൂരം കലക്കാൻ RSSന് കൊട്ടേഷൻ കൊടുക്കുക. എന്നിട്ടോ അവിടെ നടക്കുന്ന MP-മാര്, അവിടുത്തെ ഭരചന്ദ്രൻ IPS-മാര് ആംബുലൻസിൽ വന്നിട്ട് അവിടുത്തെ തൃശൂർ പൂരം കലക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ അത്രമേർ ചേർത്ത് വെക്കുന്ന പാറമേക്കാവ് ഭഗവതിയെ, അവിടുത്തെ ക്ഷേത്രങ്ങളെ, അവിടുത്തെ വിശ്വാസങ്ങളെ തകർക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അത് കണ്ണും പൂട്ടി നോക്കി നിൽക്കാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് ലീഗിനാവില്ല എന്ന് പ്രഖ്യാപിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളുമായി നടന്നു പോകുന്നത്. നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട ചന്ദ്രന്റെയും കഴുത്തിൽ പൊൻകുരിശണിഞ്ഞ കുര്യാക്കോസിന്റെയും നിസ്കാരത്തയമ്പുള്ള നിസാറിന്റെയും മതബോധത്തെ, രാഷ്ട്രീയ ബോധത്തെ, വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള യജ്ഞത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലീഗിനെ ചൊറിയാൻ വരണ്ട. ലീഗിന് എന്താ അധികാരമുള്ളതെന്ന് ചോദിക്കേണ്ട. മണ്ണൂരിലെ ജനങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ വരുമ്പോഴും എനിക്ക് മണ്ണൂരിലെ രാഷ്ട്രീയ പുരോഗതിയെ കുറിച്ച് വലിയ സന്തോഷ. ഇവിടെ നിൽക്കുന്ന എല്ലാ ആളുകളും, അത് ലീഗ് ആവണമെന്നില്ല, എന്നെ കേൾക്കുന്ന ആര്യവൈദ്യ ഫാർമസിയുടെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ വരെ എല്ലാ മനുഷ്യരും സാധാരണക്കാരാണ്. ആ മനുഷ്യരുടെ ഒക്കെ മനസ്സിൽ സ്നേഹമാണ്. മണ്ണൂരിലെ മനസ്സിനൊരു ഗ്രാമീണതയുടെ നിഷ്കളങ്കതയുണ്ട്. അവരൊരു പ്രത്യേകത, ചിലപ്പോൾ ചേർന്നിരിക്കുമ്പോൾ അൻവർക്കൊക്കെ പറയാറുണ്ട്, സ്നേഹിച്ചാൽ ചേർത്ത് പിടിക്കും, അതല്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ചില മറുപടികളൊക്കെ പറയാറുണ്ട്. അത്രമേൽ നിഷ്കളങ്കതയുള്ള ഒരു ജനത. ഈ ജനത എന്തുകൊണ്ടാ ലീഗിലേക്ക് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയത്? എന്തുകൊണ്ടാ 10 വർഷം കൊണ്ട് മുസ്ലിം ലീഗിന് ഇവിടെ ഇത്ര വളർച്ച ഉണ്ടായത്? ഞങ്ങൾ ഒരു കൊലപാതകവും ചെയ്തിട്ടല്ലോ. ഇവിടെ നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അപജയം തന്നെയാണ് ലീഗിനെ വളർത്തിയത്. അത് തന്നെയാണ് റജുല ടീച്ചർക്ക് ഇവിടുത്തെ അമ്മമാർ വോട്ട് നൽകിയത്. അത് തന്നെയാണ് അൻവർ സാദിഖിനെ ഇവിടുത്തെ പഞ്ചായത്തിലേക്ക് പറഞ്ഞയച്ചത്. അത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ലീഗിൽ ഒരു പ്രതീക്ഷയുണ്ട്. ലീഗ് ആ പ്രതീക്ഷ സംരക്ഷിക്കും. ഞങ്ങൾ ഈ ആകാശത്തെ സാക്ഷിയാക്കി നിങ്ങൾക്കൊരു വാക്കു തരികയാണ്. ഒരു തരിയുടെ പോലും അഴിമതി നടത്താനല്ല മണ്ണൂരിൽ മുസ്ലിം ലീഗ് ഉള്ളത്. പകരം ഒരു ജീവനോളം നന്മ പകരാനാണ് മുസ്ലിം ലീഗ് മണ്ണൂരിലുള്ളത് എന്ന് ആത്മാർത്ഥമായി പറയാൻ ഞങ്ങൾക്ക് കഴിയും. കോവിഡിന്റെ കാലത്ത് ഇവിടുത്തെ വൈറ്റ് ഗാർഡിന്റെ, MSFന്റെ, യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ വീടകങ്ങളിലേക്ക് കിറ്റ് കൊണ്ടുപോയി കൊടുത്തു. ആരെ വീടാ നോക്കിയില്ല, പാർട്ടി ഏതാ നോക്കിയില്ല, എന്താ വീട്ടുപേര് നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. കൊണ്ടുപോയി അങ്ങ് കൊടുക്കുക. എന്നിട്ട് പറയാം നിങ്ങൾ കഴിക്കുക. ചിലപ്പോ ചില വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോ ലീഗിന്റെ ഭക്ഷണപ്പൊതി കാത്ത് ജനാലയിൽ നിൽക്കുന്ന മനുഷ്യരുണ്ടായിട്ടുണ്ട് ഈ മണ്ണൂരിൽ. സാധാരണക്കാരായ മനുഷ്യർ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. പണിയില്ലായിരുന്നടോ, ജോലിയില്ലായിരുന്നു, കൂലിയില്ലായിരുന്നു, പുറത്തിറങ്ങാൻ പറ്റൂലായിരുന്നു, അക്കൗണ്ടിൽ പണമില്ലായിരുന്നു. ഈ സമയത്ത് മുസ്ലിം ലീഗ് ചെയ്തത് അതാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ വന്നത്. ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ പറയുന്നു, ഒരു സമൂഹത്തിലെ സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ സമൂഹത്തിന്റെ പുരോഗതിയുടെ അടയാളമാണ്. ദി സിംബൽ ഓഫ് എ കൾച്ചർ. ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ സിംബലാണ് ആ നാട്ടിലെ സ്ത്രീകൾ എന്ന് പറയുന്നത്. നല്ല മനോഹരമായി സ്ത്രീകൾ സമൂഹത്തിലേക്ക് ഉയർന്നു വരണം. അവർ സമൂഹത്തിന്റെ പൊതുബോധത്തിലേക്ക് വരണം. അവർ സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് വരണം. അവർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവണം. അവർക്ക് സാമ്പത്തികമായ സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാവണം. അവർ ഗാർഹിക പീഡനങ്ങളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ഈ രാജ്യത്ത് തുല്യത വേണം. അതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരു സഹായം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി. മുസ്ലിം ലീഗ് എന്താ ചെയ്തത്? സ്ത്രീകൾക്ക്, വനിതകൾക്ക് സൗജന്യമായി ഞങ്ങൾ ഇവിടെ ഡ്രൈവിംഗ് പരിശീലനങ്ങൾ നൽകി. അങ്ങനെ സ്ത്രീകളെ സമൂഹത്തിന്റെ മുന്നണിയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ട് നോക്കുമ്പോൾ സ്ത്രീകളുടെ വോട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട്. കാരണം എന്താണ്? ഞങ്ങൾ കൊടുക്കുന്ന നന്മയാണ്. ഞങ്ങൾ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വളരെ സ്നേഹത്തോട് പറയും, ഞങ്ങളെ കൂടെ കൂട്. എന്നിട്ട് ഞങ്ങൾ ഒരു 100 കിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു 150 കിറ്റ് കൊടുക്കുക. അപ്പൊ ഞങ്ങൾ ഒരു 200 കിറ്റ് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഒരു 210 കിറ്റ് കൊടുക്കുക. അല്ലാണ്ട് കടയുടെ മുന്നിൽ ഇരുന്നിട്ട് വാട്സപ്പിൽ ഓൻ പറ്റൂല, ഇവൻ പറ്റൂല, ഇത് പോരാ, ഇത് പോരാന്ന് ഈ ഉളുപ്പില്ലാണ്ട് തന്ത വൈബ് കളിച്ച് നടക്കല്ലേടാ CPI-കാരാ. പുതിയ കാലത്തേക്ക് കടന്നുപോയോ നിങ്ങൾ? ഇത് ലോകമാണ്. ഇത് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ലോകമാണ്. മാലോകരെല്ലാം ഒന്നുപോലെ എന്ന് വിശ്വസിക്കുന്ന മലയാളിയാണ്. മതത്തിനപ്പുറത്ത് മതാതീതമായി മനുഷ്യന്റെ
കരളിലെ സ്നേഹത്തെ വർണ്ണിച്ചെഴുതുന്നവനാണ്. ആ തലത്തിലേക്ക് കടന്നു വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ലീഗിന്റെ അധികാരത്തെ, ലീഗിന്റെ വഴികളെ, ലീഗിന്റെ സാമൂഹികപരമായ പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താ ലീഗ് ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ പഠിക്ക്. ഞങ്ങളോട് നിങ്ങൾ വലിയ വർത്താനം പറയില്ലേ? ഞങ്ങൾ CPIയുടെ കൂടെയും CPMന്റെ കൂടെയും കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്. ഞങ്ങൾ CPMനൊപ്പം 1967 മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കൂടെ കേരളത്തിൽ ആദ്യമായി മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. 1950 കേരളത്തിന്റെ 50-ന് ശേഷമുള്ള കേരള പിറവിക്ക് ശേഷം എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് MLA-മാരുണ്ടായിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും ലീഗിന് MP-മാരുണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? അത് മലയാളി നൽകുന്ന സ്വീകാര്യതയാണ്, അത് മലയാളി നൽകുന്ന സ്നേഹമാണ്. അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നവരാണ്. ലീഗിന്റെ ചിഹ്നത്തിൽ ഈ കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിക്കാൻ പറഞ്ഞത് ശ്രീരാമ ഭഗവാന്റെ പേരുള്ള രാമന്റെ കുറിയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട UC രാമനെയാണ്. അപ്പം മതം നോക്കിയിട്ടല്ല മുസ്ലിം ലീഗ് മനുഷ്യരെ ചേർത്ത് പിടിച്ചത്. അപ്പോ അവരെവിടെയാണ് എന്ന് നോക്കിയിട്ടല്ല ഞങ്ങൾ ചേർത്ത് പിടിച്ചത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പാണക്കാട്ട തങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. നിങ്ങൾക്കറിയുമോ? ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ പെരിന്തൽമണ്ണയിലെത്താം. പെരിന്തൽമണ്ണ കഴിഞ്ഞു പോകുമ്പോൾ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ അങ്ങാടിപ്പുറത്ത് തളിക്ഷേത്രം എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. അതിനിപ്പുറത്ത് തൊട്ടൊരു പള്ളിയുണ്ട്. ഒരു ദിവസം നോക്കുമ്പോൾ തളിക്ഷേത്രത്തിന്റെ വാതിലുകൾ ആരോ കത്തിച്ചിരിക്കുന്നു. വലിയൊരു വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യാൻ പല പല നേതാക്കന്മാരും പല പല വർഗീയവാദികളും ശ്രമിച്ചു. എന്നാൽ പാണക്കാട്ട കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് ഒരു വെള്ള അംബാസിഡർക്കാർ ആ വർഗീയതയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മൊമെന്റിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. പാണക്കാട്ട തറവാട്ടിൽ നിന്ന് അങ്ങാടിപ്പുറത്തെ തളിക്ഷേത്രത്തിന്റെ വാതിലാരോ കത്തിച്ചിട്ടുണ്ട്. ആ കത്തിച്ചതിന്റെ പേരിൽ ഒരു കലാപത്തിന് ആരോ കോപ്പ് കൂട്ടുന്നുണ്ട് തങ്ങളെ എന്ന് കടലുണ്ടിപ്പുഴയോരത്തെ പ്രിയങ്കരനായ ശിഹാബ് തങ്ങളെ വിളിച്ചു പറഞ്ഞപ്പോ തങ്ങൾ വരികയാണ്. തന്റെ വെള്ള അംബാസിഡർ കാറിൽ വന്നിറങ്ങിയിട്ട് തന്റെ നീണ്ടു നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട വെളുത്ത കൈകൾ ഇങ്ങനെ ചേർത്ത് വെള്ളക്കുപ്പായം കയറ്റി വെച്ചിട്ട് തളിക്ഷേത്രത്തിന്റെ മുന്നിൽ ഒരു കസേര ഇട്ടിരുന്നിട്ട് പറയുകയാണ്, ഈ അമ്പലത്തിന് കാവൽ നിൽക്കാൻ, ഈ അമ്പലത്തിനെ ചേർത്ത് പിടിക്കാൻ, ഇവിടുത്തെ മതേതരത്വത്തെ ചേർത്ത് പിടിക്കാൻ മുസ്ലിം ലീഗ് ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ ബോധത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ഈ സംഘടനയുടേത്. അതുകൊണ്ട് ഞങ്ങളെ വർഗീയവൽക്കരിച്ചിട്ട് ഞങ്ങളുടെ മെമ്പർ പോരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പ്രതലത്തിൽ ഒന്നും നേടാൻ പോകുന്നില്ല. ഞങ്ങൾ വളരെ കൃത്യമായി പോകാൻ, വിമർശിക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾക്കറിയാം ഇവിടെ പല CPIക്കാരും ഞങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പറഞ്ഞു മടുക്കുമ്പോ നിർത്തിക്കാളാ കുഞ്ഞാളെ എന്ന് മറ്റേ പാട്ടിൽ ഡബ്സി പറയണ പോലെ മാഞ്ഞാളം കളി നിർത്തിയാളാ മാളെ എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് തന്നെ പോകും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ എതിർപ്പുകൾ വന്നാലും മണ്ണൂരിൽ അൻവർ സാദിഖിന്റെ നേതൃത്വത്തിൽ, മുനീർ മാഷയുടെ നേതൃത്വത്തിൽ, ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ പാർട്ടി മുന്നോട്ട് തന്നെ പോകുമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും ലീഗിന്റെ തറവാട്ടിലേക്ക് കയറി വരാം. നിങ്ങൾക്ക് ഏത് സമയത്തും മെമ്പർ അൻവർ സാദിഖിന്റെ വീട്ടിലേക്ക് ചെല്ലാം. നിങ്ങൾക്ക് ഏത് സമയത്തും റജുല ടീച്ചറെ വിളിക്കാം. അത് നിങ്ങളുടെ പാർട്ടി നോക്കി ഭയപ്പെടേണ്ട. ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്. ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് CH മുഹമ്മദ് കോയ സാഹബ് ഒരിക്കൽ ഒരു യാത്ര നടത്തുകയാണ്. തലശ്ശേരിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ CHനെ കൊല്ലാൻ ഒരാൾ തീരുമാനിക്കുകയാണ്. അയാളുടെ പേര് ഗംഗാധര മാരാർ എന്നാണ്. ഗംഗാധര മാരാർ തലശ്ശേരിയിലൂടെ CH മന്ത്രി വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ CHന് നേരെ ബോംബ് എറിയുകയാണ്. CHന്റെ നേരേക്ക് വന്ന ബോംബ് CHന് ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടാക്കിയെങ്കിലും ദൈവത്തിന്റെ അപാരമായ കാത്തുവെപ്പ് കൊണ്ട് CH അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ആ ഗംഗാധര മാരാർക്ക് മാപ്പ് കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എങ്ങനെയാണെന്ന് പറയട്ടെ. അവസാനം ഗംഗാധര മാരാർക്ക് മനസ്സിൽ തോന്നി, CHനോട് ഞാൻ ഇത് ചെയ്തത് തെറ്റായിരുന്നു എന്ന് തോന്നിയിട്ട് കോഴിക്കോട്ടെ CHന്റെ വീട്ടിലേക്ക് തന്നെ ബോംബെറിഞ്ഞ ഗംഗാധര മാരാർ CHനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. കോഴിക്കോട്ടെ CHന്റെ വീട് തുറക്കുമ്പോ CHന്റെ ഭാര്യ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഗംഗാധര മാരാർക്ക്. ഗംഗാധര മാരാരെ കണ്ടപ്പോ CH മുഹമ്മദ് കോയയുടെ ഭാര്യക്ക് വല്ലാതെ ഭയം തോന്നി. ഇനിയും കൊല്ലാനാണോ വരുന്നത് എന്ന് ഭയം തോന്നി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചവൻ ഇനിയും വീട്ടിലേക്ക് വരുമ്പോ അവനെ ആക്രമിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം പ്രിയപ്പെട്ട CH പറയുകയാണ്, ഭാര്യ CHനോട് പറഞ്ഞു, ഇതാ ഗംഗാധര മാരാർ വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ CH പറയുന്ന മനുഷ്യത്വത്തിന്റെ, മതേതരത്വത്തിന്റെ, മാനവികതയുടെ ഒരു മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ. അതിങ്ങനെയാണ്. CH പറയാണ്, ഈ ഗംഗാധരന് ചായ കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. വീട്ടിലേക്ക് കൊല്ലാൻ വന്നവനെ വിളിച്ചിരുത്തി സൽക്കരിക്കുന്ന മാതൃകയാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കുള്ളത്. അതാണ് ഞങ്ങളുടെ CH. അതുകൊണ്ട് ഞങ്ങൾ ഈ മണ്ണിലുണ്ടാകുന്നത് മണ്ണൂരുകാരന് വേണ്ടിയാണ്. മണ്ണൂരിലെ കരയുന്നവനെ ചോർത്തു
പിടിക്കാനാണ്, മണ്ണൂരിലെ അധികാരികളുടെ അഹമ്മദികൾക്കെതിരെ പച്ചക്കൊടി പിടിച്ച് പൊരുതാനാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ഇവിടുത്തെ സകല ജനാധിപത്യ വിശ്വാസികളെയും ഓർമ്മപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് ചൊറിയാൻ വരാതിരിക്കാനും സാമൂഹികമായ പുരോഗതിക്ക് ഒരുമിച്ച് നിൽക്കാനുമുള്ള ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹിതമായ രാജ്യത്തിന്റെ സുന്ദരമായ സംസ്കാരത്തെ ചേർത്ത് നിർത്താൻ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയെ കാർന്നു തിന്നാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന നരേന്ദ്രമോദിയോട് ഒതുങ്ങി നിൽക്കാൻ പറയാൻ കഴിഞ്ഞത് ഈ രാജ്യത്തിന്റെ ഒരുമയുടെ വല്ലാത്ത പ്രത്യേകതയാണ്. നിങ്ങൾക്കറിയില്ലേ, ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ ആളുകൾ പറഞ്ഞിരുന്നത്? രാഹുൽ പപ്പുവാണ്, രാഹുലിനെ കൊണ്ട് ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് അച്ഛന്റെ ചിതാഭസ്മത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുത്തച്ഛന്റെ ശവകുടീരത്തിൽ നിന്ന് ഊർജം പേറി ഇന്ദിരയുടെ പ്രിയപ്പെട്ട പേരമകൻ ഈ തെരുവിലേക്ക് ഇറങ്ങിയത് നിങ്ങൾ കണ്ടതാണ്. ഭാരത് ജോഡോ യാത്രയിലൂടെ കേരളത്തിൽ നിന്ന് കന്യാകുമാരി വരെ, കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ യാത്ര ചെയ്ത് മനുഷ്യരുടെ ഹൃദയങ്ങളിലൂടെ യാത്ര ചെയ്തിട്ട് അയാൾ പ്രഖ്യാപിച്ച സുന്ദരമായ ഒരു പ്രഖ്യാപനമുണ്ട്. എൻ്റെ അമ്മച്ചിമ, എൻ്റെ പ്രിയപ്പെട്ട അമ്മമ്മ മരിച്ചിട്ട് സ്കൂളിലേക്ക് ഒരു ഫോൺ വന്നത് ഞാൻ ഓർക്കുകയാണ്. വീട്ടിലാരോ മരണപ്പെട്ടിട്ടുണ്ട് എന്നല്ല, വീട്ടിലാർക്കോ അസുഖമുണ്ട്, പെട്ടെന്ന് ചെല്ലണമെന്ന്. വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ പ്രിയപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ശവശരീരം ഇങ്ങനെ കിടക്കുകയാണ്. ഒരു കുഞ്ഞത് കാണുമ്പോ കണ്ണു വരച്ചിട്ട് പൊട്ടിക്കരഞ്ഞൊരു രാഹുൽ ഗാന്ധിയുണ്ട്, പേടിച്ചു വരച്ചു പോയ ഒരു രാഹുൽ ഗാന്ധിയുണ്ട്. അച്ഛന്റെ മൃതദേഹം ഒന്ന് കാണാൻ കഴിയാതെ, നെറ്റിയിൽ ഒന്നും നോക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു പോയ ഒരു രാഹുൽ ഗാന്ധിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ രാഹുൽ ഗാന്ധിയെ RSSകാരൻ എത്ര തളർത്തിയാലും, എത്ര ജയിലിലടച്ചാലും, അയാളെ എത്ര ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ വിട്ടു പോവാൻ കഴിയില്ല. അയാളുടെ ജനുസ് അതാണ്, അയാളുടെ ചോര അതാണ്. അതുകൊണ്ടാണ് രാഹുൽ അങ്ങനെ വിളിച്ചു പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, രാഹുൽ കാശ്മീരിൽ പോയിട്ട് എന്താ പ്രസംഗിച്ചത്? മേ നഫ്രത്ത് കി ബസാർ മേ മുഹബ്ബത്ത് കി ദുകാൻ ഗോല, മേ നഫ്രത്ത് കി ബസാർ മേ മുഹബ്ബത്ത് കി ദുകാൻ ഗോല. ഞാൻ വെറുപ്പിന്റെ അങ്ങാടിയിൽ ഇതാ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ്. ഞാൻ വെറുപ്പിന്റെ അങ്ങാടിയിൽ ഇതാ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ്. ഇത് തന്നെയാണ് മുസ്ലിം ലീഗ് പറയുന്നത്. ഈ വെറുപ്പിന്റെ അങ്ങാടിയിൽ മുസ്ലിം ലീഗ് സ്നേഹത്തിന്റെ കട തുറക്കുകയാണ്. കൂടെ നിൽക്കണേ പ്രിയപ്പെട്ടവരെ. നന്ദി, നമസ്കാരം.